ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി ഫുഡ് ടോക്സ്. തട്ടുകടയിലെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതുകൊണ്ട് ഇന്ന് തട്ടുകടയിലെ മുട്ടക്കപ്പ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതിനു വേണ്ടി ആദ്യം തന്നെ കപ്പ നല്ലപോലെ ക്ലീൻ ചെയ്ത് ചെറുതായി നുറുക്കി കുക്കറിൽ വേവിച്ചെടുക്കാം. 1 കിലോ കപ്പയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കപ്പ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇത് വേവിച്ച് കഴിഞ്ഞ ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി. ചില കപ്പ ഉപ്പിട്ട് വേവിക്കുകയാണെങ്കിൽ വേവത്തില്ല. എന്നിട്ട് അത് വെള്ളം ഊറ്റിക്കളയാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മുട്ടക്കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി 4 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട കുറഞ്ഞു പോകരുത് കേട്ടോ. ചുരുങ്ങിയത് 4 കോഴിമുട്ടയോ അതിലധികമോ എടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 2 ടീസ്പൂൺ സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ചിക്കി പൊരിച്ചെടുക്കാം. ഇത് വല്ലാതെ ചെറുതായിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് ചിക്കി എടുത്താൽ മതി. പിന്നീട് ഇത് മുട്ടയിൽ ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടതാണ്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ബാക്കിയുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇവിടെ മൊത്തം 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 ടീസ്പൂൺ മുട്ടക്കൂട്ടിലേക്കും ബാക്കിയുള്ളത് ഈ മസാല തയ്യാറാക്കുന്നതിലേക്കുമാണ് ഇട്ടിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഈ മസാല മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട ചിക്കി പൊരിച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാം. കപ്പ സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകും. അപ്പോൾ അത് കുടഞ്ഞിട്ട് പിന്നെയും ഇതേമാതിരി തന്നെ ഉടച്ചെടുക്കണം. സ്പൂണ് കൊണ്ട് ഉടച്ചെടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതേമാതിരിയുള്ള സ്റ്റീൽ പാത്രം കൊണ്ട് അല്ലെങ്കിൽ ബൗൾ കൊണ്ട് ഉടച്ചെടുക്കുന്നതാണ്. ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇവിടെ ആദ്യം കപ്പയിലും അതേമാതിരി മുട്ട ഉച്ചയ്ക്ക് പൊരിക്കുന്നതിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതേമാതിരി നല്ല വേവുന്ന കപ്പ നോക്കിയിട്ട് വേണം ഇതിന് ഉപയോഗിക്കുവാൻ.
വേവാത്ത കപ്പയാണെങ്കിൽ ഉടച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. സാധാരണയായി തട്ടുകടയിൽ മുട്ടക്കപ്പ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസോ കെച്ചപ്പോ തൂക്കിയിട്ടാണ് കൊടുക്കാറ്. അതേമാതിരി കുറച്ച് സവാള കൂടി അരിഞ്ഞിടും. നിങ്ങളും ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ കപ്പ കഴിക്കാത്തവർ പോലും കപ്പ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതുതായി ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.